ഹായ്, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ കണ്ട കുറച്ച് വീഡിയോസ് ഉണ്ട്. അത് ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെക്കാം. അത് കുറെ പേര് ഷെയർ ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. ഒരു സ്ത്രീ അതിന്റെ കുഞ്ഞിനെ അടിക്കുമ്പം അതിന്റെ അവരുടെ ഹസ്ബൻഡ് എടുത്ത വീഡിയോ ആണത്. ആ ഹസ്ബൻഡിനോട് ഈ സ്ത്രീ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ഇവര് കിംസ് ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം TVM ഉള്ള കിംസ് ഹോസ്പിറ്റലിലെ നഴ്സ് സൂപ്രണ്ട് അങ്ങനെ എന്തോ ആണ്. അങ്ങനെയാണ് ഞാൻ കമന്റ് ബോക്സ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അപ്പം വീഡിയോയുടെ തുടക്കം തന്നെ ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുന്ന അടിപൊളിയാണ്. സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവ് ആവുന്നതും അടിപൊളിയാണ്. ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ 1098 1098 നമ്മുടെ കേരളത്തിലുള്ള ചൈൽഡ് ലൈനിന്റെ നമ്പർ ആണിത്. 1098 1098 ഇതിലേക്ക് ആദ്യം വിളിച്ച് ഇൻഫോം ചെയ്യുക പ്ലീസ്. നമ്മൾ ഇത് ഷെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിൽ ബന്ധപ്പെട്ടവരെ അറിയിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവരിപ്പം TVM ആണ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ TVMലുള്ള അടുത്ത ചൈൽഡ് ലൈൻ നമ്പറും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. പറ്റുന്നവരൊക്കെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യാം. നമ്മുടെ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഈ ഒരു സൈഡും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ളവര് അർഹിക്കുന്ന ശിക്ഷയും കാര്യങ്ങളും ഒക്കെ കിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് ആ സ്ത്രീ ചിലപ്പം ഒരു നഴ്സായി ആയതുകൊണ്ട് ഹസ്ബൻഡ് വർക്കിന് പോകുന്നുണ്ടല്ല, ഹസ്ബൻഡിന് വല്ല അസുഖമോ കാര്യങ്ങളോ ഉണ്ടോ നമുക്കൊന്നും അറിയില്ല. ഞാൻ മുന്നത്തെ എന്റെ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. വൈഫ് ജോലിക്ക് പോകുന്ന സമയത്ത് കുട്ടികളെ നോക്കി വീട്ടിലിരിക്കേണ്ടി വരുന്ന ഹസ്ബൻഡ് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണിത്. ചിലപ്പം ജോലിക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കാം, ഹസ്ബൻഡിന് സുഖമില്ലാത്തൊക്കെ അവസ്ഥ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അതിൽ ആ സ്ത്രീ പറയുന്നുണ്ട്, ഈ കുഞ്ഞിനെ അതിന് ഏകദേശം എന്തായാലും ആ കുട്ടിക്ക് ഒരു 5-6 വയസ്സ് എന്തായാലും ഉണ്ടാവും. കാരണം എന്റെ മോന് 4 വയസ്സ്, ഒരു 5-6 വയസ്സ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ സ്ത്രീ അവരുടെ ഹസ്ബൻഡിനോട് പറയുന്ന ഒരു കാര്യം, ഞാനാണ് പ്രസവിച്ചത് എന്നുണ്ടെങ്കിൽ ഇതിനെ കൊല്ലാനുള്ള അർഹത എനിക്കുണ്ട്. ആ കുട്ടീന്റെ 2 നീളത്തിലുള്ള നാട്ടി വെച്ചിട്ടാണ് ഈ സ്ത്രീ ഈ കുട്ടീനെ അടിക്കുന്നത്. ഓക്കെ, എന്നിട്ട് പറയുന്നു ഇതിനെ ഞാനാണ് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ എനിക്ക് കൊല്ലാനുള്ള അവകാശമുണ്ട്. അങ്ങനെയൊന്നും ഇല്ലേ ചേച്ചി? നിങ്ങളാണ് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊല്ലാം എന്നുള്ള അങ്ങനെയുള്ള അത് ഏത് പുസ്തകത്തിലാണ് ചേച്ചി നിങ്ങൾ അങ്ങനെ കണ്ടത്? നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊല്ലാമെന്നുള്ളത്. അമ്മമാര് കൊന്നു പോകലുണ്ട്. എപ്പോഴോ മക്കൾ ഇങ്ങനെ കഞ്ചാവിനെ കണ്ട ലഹരിക്ക് അടിമയായിട്ട് അമ്മേനെ ജീവിക്കാൻ അനുവദിക്കാണ്ട് താച്ചിട്ട് അമ്മേന്റെ കയ്യും കാലും വെട്ടുന്ന് പറയല്ലേ, അമ്മേനെ വെട്ടുമ്പോ തിരിച്ചു മക്കളെ കൊല്ലാറുണ്ട്. അല്ലാണ്ട് ഇത് ഒരു പൈതല് 5-6 വയസ്സുള്ള ഒരു പൈതല് അതിന്റെ മുന്നിൽ വെച്ചിട്ട് ഈ സ്ത്രീ അതിന്റെ ഭർത്താവിനോട് പറയുകയാണ്, ഇതിനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കൊല്ലാനുള്ള അവകാശമുണ്ടെന്ന്. ആരാണ് ചേച്ചി നിങ്ങൾക്ക് അവകാശം തന്നത്? നിങ്ങളൊരു നേഴ്സല്ലേ ഒന്നുമില്ലെങ്കിലും? ഞാൻ ചിന്തിക്കുന്നത് അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ നിങ്ങൾക്ക് ഒരിക്കലും വർക്ക് ചെയ്യാനുള്ള അർഹതയില്ല. നിങ്ങൾ വീട്ടിൽ നിങ്ങളെ കുട്ടിയോട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിലുള്ള അവസ്ഥ എന്തായിരിക്കും? ഹോസ്പിറ്റലിൽ നിങ്ങൾ വീട്ടിലേ ഇങ്ങനെ, ഹോസ്പിറ്റലിൽ നിങ്ങൾ ഫ്രസ്ട്രേഷൻ എങ്ങനെ തീർക്കുന്നത്? കുട്ടികളുടെ അടുത്ത് കിംസ് ഹോസ്പിറ്റലിലാണ്, ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യുന്നതാണ് കമന്റ് എന്ന് മനസ്സിലാവാൻ കഴിഞ്ഞത്. ഹോസ്പിറ്റൽ അതോറിറ്റീസിനോടാണ്. ഇനി അങ്ങോട്ട് വരുന്ന ഓരോ ആൾക്കാരും പേടിക്കും ഇവരവിടെ ഉള്ളിടത്തോളം കാലം. കാരണം സ്വന്തം കുഞ്ഞിനെ നാട്ടി കൊണ്ട് അടിക്കണം എന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു മെന്റാലിറ്റി ആലോചിച്ച് നോക്കിയാൽ. ഇപ്പോഴത്തെ ജനറേഷൻ, ഇപ്പോഴത്തെ സമൂഹം, ലോകം ഇത് എങ്ങോട്ടാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഭർത്താവിനോടുള്ള ദേഷ്യത്തിന് കുട്ടീനെ തല്ലിക്കൊല്ലുക, ഭർത്താവിനോടുള്ള ദേഷ്യത്തിന് കുട്ടീനെ വെട്ടി പീസാക്കിയിട്ട് കറി വെക്കാനുള്ള പാകത്തിനാക്കി കളയുക, കിണറ്റിൽ കൊണ്ടുപോയിട്ടിടുക, പാറക്കല്ലടിച്ചു കൊല്ലുക. അത് ശരി. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ എല്ലാം ഇടയിൽ കിടന്ന് പെടുന്നത് ഈ മക്കളാണ്. ഒന്നും അറിയാത്ത മക്കളാണ് ഈ പെടുന്നുള്ളത്. അതിന്റെ ഇടയ്ക്ക് ആ ചേച്ചി ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഇത് നിന്റെതല്ല. മനസ്സിലായില്ലേ? ഈ കുട്ടി നീ ഉണ്ടാക്കിയതല്ല. അപ്പൊ അയാൾ അയാളിൽ ഉണ്ടായതായിരിക്കും. അപ്പൊ ഇയാൾക്ക് അറിയാം ഈ സ്ത്രീ വേറൊരാളുമായിട്ട് റിലേഷൻ ഉള്ള കാര്യം ഇവർക്ക് അറിയാം. അതുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത്. ഒരു ഉളുപ്പും കൂടാണ്ട്, ഒരു മടിയും കൂടാണ്ട് ഈ സ്ത്രീ പറയുകയാണ് നിനക്കുണ്ടായതല്ല ഇത്. അത് ഒരു 6-7 വയസ്സുള്ള ഒരു കുട്ടീനെ എങ്ങനെ ബാധിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അച്ഛനെ നീ അതെന്തോ ഈ തളച്ചി ഒരു സാധനം തൊടണ്ട എന്ന് പറഞ്ഞാൽ ആ കുട്ടി തൊട്ടു. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നമ്മുടെ വീട്ടിൽ അമ്പുടുവിനോട് ഞാൻ പറയാണ്, അമ്പുച്ചോ മോനെ തൊടരുത്, അവൻ അത് തൊടും. സ്വാഭാവികമാണ്.
അത് തൊടും. അത് കുട്ടികൾ എങ്ങനെയാണ്, ചിലപ്പോൾ അറിയാണ്ട് തൊട്ട് പോവും. അതിപ്പോ കുട്ടികൾ ഇപ്പൊ എന്നോട് തന്നെ ഒരു സാധനം തൊടണ്ടാന്ന് എനിക്ക് തൊട്ടാലേ പറ്റൂ. 10-26 വയസ്സുണ്ട് എനിക്ക്. അതെന്തോ തൊട്ടതിനാണ് ഈ അമ്മച്ചി ഇട്ടടിക്കുന്നത് ആ കുഞ്ഞിനാ. ഓക്കെ, ചിലപ്പം എന്തിലായിരിക്കും ഇവരിങ്ങനെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവുക. ഡെയിലി അതിന് കിട്ടുന്നുണ്ടാവും. എന്തിലായിരിക്കും ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഭർത്താവിനെ ഈ സ്ത്രീ എന്തൊക്കെയോ ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട് കുട്ടീനെ മുന്നിൽ വെച്ചിട്ട്. ഓക്കെ, അതുപോലെ ഞാൻ കണ്ട വേറൊരു വീഡിയോ ആണ്. ദയവ് ചെയ്തിട്ട് ചൈൽഡ് ലൈനിൽ ഇത് റിപ്പോർട്ട് ചെയ്യുക. ദയവ് ചെയ്തിട്ട് ഇറ്റ്സ് എ റിക്വസ്റ്റ്. കാരണം നാളെ ആ കുട്ടി മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ദേഷ്യത്തിന്റെയും ഫ്രസ്ട്രേഷന്റെ ഇടയിൽ തല്ലുമ്പം അത് എവിടെ കൊള്ളും നമുക്ക് പറയാൻ പറ്റില്ല. ആ കുട്ടീനൊക്കെ എന്തെങ്കിലും പറ്റിയിട്ട് നമ്മള് ജസ്റ്റിസ് ഒരു സാധനം ഇടുന്നത് കൊണ്ടായില്ല. അപ്പോൾ 1098 ആണ്, 1098. ഓക്കെ, അതുപോലെ ഞാൻ വേറൊരു കണ്ടൊരു വീഡിയോ ആണ്. ഒരു അച്ഛൻ, അതിന്റെ ക്യാപ്ഷനിൽ ഉണ്ടായത് അച്ഛൻ ലഹരി ഉപയോഗിച്ച് വന്ന് മകളെ തല്ലുന്നു എന്നുള്ളതാണ്. മകളെ തല്ലുന്ന ഒരു വീഡിയോ ആണ്. അതിന്റെ ലൈക്ക് അതിൽ കുറച്ച് ഷെയർ പോയിട്ടൊക്കെ കാണുന്നുള്ളൂ. അത് റീസെന്റ് ആയിട്ടുള്ള വീഡിയോ ആണോ പഴയ വീഡിയോ ആണോ എന്ന് എനിക്കറിയില്ല. അതിൽ ഇപ്പൊ ഞാനിവിടെ വെക്കാം. അറിയുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അയാളിനെ ദയവ് ചെയ്തിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. പിന്നെ അല്ലെങ്കിൽ റിഹാബിലിറ്റേഷനിൽ കൊണ്ടുപോയി ആക്കാനുള്ള ഒരു ഇത് കാണിക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ചെറിയ കുട്ടിയൊന്നുമല്ല, ഒരു പെൺകുട്ടിയെയാണ് തല്ലുന്നുള്ളത്. അതെന്തായാലും ഒരു 10ാം ക്ലാസ്സിലോ +2ലോ പഠിക്കുന്നതായിരിക്കാം, ചെറിയ കുട്ടിയല്ല എന്തായാലും. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് അത് ആ കുട്ടി മോൾഡ് ചെയ്ത് ആ കുട്ടീന്റെ ഇനി ഫ്യൂച്ചറിലേക്ക് വല്ലാണ്ട് ആ കുട്ടീനെ അത് ബാധിക്കും. നെഗറ്റീവായിട്ട് ബാധിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പോസിറ്റീവായിട്ടില്ല, നെഗറ്റീവായിട്ട് വല്ലാണ്ട് അത് ബാധിക്കും. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഈ ലഹരി ഉപയോഗിച്ചിട്ടുള്ള കുട്ടികളെ മോളെ നല്ലത് മോനായാലും കുട്ടികളെ തല്ലുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭർത്താനുള്ള എന്തുവാട്ടെ മക്കളുടെ ഭാവി അത് വല്ലാതെ ബാധിക്കും. എങ്ങനെയെന്നറിയോ? ഈ പെൺകുട്ടീന്റെ കേസ് ഞാൻ പറയാം. വീട്ടിൽ അച്ഛൻ സ്ഥിരമായി വരിക, വെള്ളം അടിച്ചിട്ടാണെങ്കിലും പിന്നെ വേറെ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിലും പൊതിരെ തല്ലുക, ഇങ്ങനെയൊക്കെ തല്ലൊക്കെ കൊണ്ട് ഒരു സ്നേഹവും കിട്ടാണ്ട് പുറത്തുനിന്ന് ആ കുട്ടി വല്ലാത്ത ചൂഷണം ചെയ്യപ്പെടും. എങ്ങനെയെന്നറിയോ? ചെറിയതായിട്ട് ഏതെങ്കിലും ഒരുത്തൻ സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി വിചാരിക്കും ഇതാണ് ലോകം, ഇതാണ് സ്വർഗം എന്ന് വിചാരിക്കും കുട്ടികള്. അങ്ങനെ അതിൽ പോയി അതിൽ ചിലപ്പോൾ അത് വലിയൊരു കുഴിയിൽ അല്ലെങ്കിൽ കെണിയിലായിരിക്കും പോയി പെടുക. മനസ്സിലായില്ലേ? അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ കുട്ടികളിലേക്ക് അത് ബാധിക്കും. അപ്പൊ അങ്ങനെ വരുന്നതിന് മുന്നേ നിങ്ങൾ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. അതിനോടൊപ്പം തന്നെ അതിനെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാമെന്നുള്ളത് കൂടി ചിന്തിക്കാം. അപ്പം ഇയാളുടെ പ്ലേസ് എനിക്കറിയില്ല, കണ്ണൂരാണോ എവിടെയാണ്, കമന്റിൽ എനിക്ക് തോന്നുന്നു കണ്ണൂർ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. ഇവരുടെ വീട്ടിന്റെ അടുത്തുള്ള ആരെങ്കിലും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. കാരണം അത് ആ കുട്ടീനെ ബാധിക്കും. ചിലപ്പോൾ ഉണ്ടല്ലോ ഈ കുട്ടി കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സും എടുക്കും. എന്തിനാണ് ഞാൻ ജീവിക്കുന്ന ഒരു ജീവിതം എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങും. 2-3 പേര് ഈ കുട്ടീനെ പറ്റിക്കുന്ന സമയത്ത് വീട്ടിലെ പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെയാണ്, ഞാൻ സ്നേഹിക്കുന്ന ആൾ ഇങ്ങനെയാണ്, അങ്ങനെ മനസ്സ് മടുക്കും. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതിനു മുന്നേ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ദയവ് ചെയ്തിട്ട് ചെയ്യുക. പിന്നെ വേറൊരു ഭയങ്കര വിയർഡായിട്ടുള്ള ഒരു ന്യൂസ് കണ്ടത്, ഭാര്യയുടെ സഹോദരിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഭാര്യനെയും കുട്ടീനെയും കൊന്നു ഭർത്താവ്. അതായത് ഭാര്യനെക്കാളും സുന്ദരിയാണ് ഭാര്യന്റെ അനിയത്തി. ഭാര്യക്ക് 22 വയസ്സേ ഉള്ളൂ. 22 വയസ്സുകാരിയെ ഇവൻ കഴുത്ത് ഞെരിച്ചിട്ട് എങ്ങനെയാ വെച്ചാൽ കൊന്നു. കുട്ടി എന്ന് പറഞ്ഞാൽ 2 വയസ്സ്, ചിണ്ടാമണിക്ക് ഒരു 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ അങ്ങോട്ട് കൊന്നു. ഞാൻ ടു ബി വെരി വെരി ഓണസ്റ്റ് ഞാൻ പറയട്ടെ, നമ്മൾ രാവിലെ യൂട്യൂബ് എടുത്ത് നോക്കുന്ന സമയത്തുണ്ടല്ലോ എനിക്ക് ഭയങ്കര പേടിയാണ്. സത്യമായിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പം എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് ഡേ ബൈ ഡേ. നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് സംസാരിച്ച ഇതൊക്കെ അങ്ങ് മാറും, പാടേ കേരളം അങ്ങ് അടിപൊളിയാവുന്നല്ല. എന്നാലും ഞാൻ പറയാണ്, നിങ്ങൾ തീരെ ബുദ്ധിയില്ലേ നിങ്ങൾക്കൊന്നും. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എങ്ങനെ ക്രൈം ചെയ്താൽ അത് പിടിക്കപ്പെടുന്നില്ലേ? ശരിയാണ്, നിങ്ങൾക്ക് ജയിലിൽ സുഖവാസമാണ്, ഓക്കെ, അത് ഞാൻ സമ്മതിക്കുന്നു. ആളെ ബിരിയാണി, ആളെ ചൂട് കഞ്ഞി, ആളെ ചൂട് അയില പൊരിച്ചത് കിട്ടുന്നുണ്ട്, ഇല്ല എന്നല്ല, ഓക്കെ. പക്ഷേ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ചെയ്തത് അത് നിങ്ങൾക്ക് കിട്ടിയോ? ഇല്ലതാനും. ഈ കേസ് എടുക്കുമ്പോൾ ഇയാൾ എന്തിനാണ് ഭാര്യനെയും പൈതലിനെയും കൊന്നു കളഞ്ഞത്? ഭാര്യന്റെ അന്യത്തിനെ കല്യാണം കഴിക്കാനാണല്ലോ, അത് തെളിഞ്ഞല്ലോ.
ഇനി ഭാര്യയുടെ അടുത്തിനെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. അത് ചിന്തിക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കൊന്നും ഇല്ലാതാനും. അപ്പോ ദയവ് ചെയ്തിട്ട് പ്ലീസ് ഞാൻ പറയട്ടെ, ഫസ്റ്റ് പറഞ്ഞതാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലുള്ള ചൈൽഡ് അബ്യൂസ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലും ചൈൽഡ് ലൈനിലും ഒക്കെ ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ കൂടി നിങ്ങൾ നടത്തണം. ഇറ്റ്സ് എ റിക്വസ്റ്റ്. കാരണം നമ്മൾ സംസാരിക്കുന്നത് കൊണ്ടോ നമ്മൾ ഷെയർ ചെയ്യുന്നത് കൊണ്ടോ മാത്രം കാര്യങ്ങൾ നടക്കില്ല. ഇവർക്കത് മനസ്സിലാവണം. കാരണം ഈ നേഴ്സിന്റെ കാര്യത്തില് പിന്നെ ഇവര് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ഒരാൾ വിശ്വസിച്ച് പോവുക? എന്തു ആവട്ടെ, നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അടുത്തോ വൈഫിന്റെ അടുത്തോ എന്ത് പ്രശ്നമാവട്ടെ, ദയവ് ചെയ്തിട്ട് അത് കുട്ടികളുടെ മേളിൽ തീർക്കരുത്. ദയവ് ചെയ്തിട്ട് അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത് സ്പോട്ട് തന്നെ ചൈൽഡ് ലൈനെ അറിയിക്കുക. കൗൺസിലിംഗ് എങ്കിൽ കൗൺസിലിംഗ്, ശിക്ഷയെങ്കിൽ ശിക്ഷ അത് വാങ്ങിക്കൊടുക്കുക. കാരണം ഇനി ഒരു മക്കളും ഇങ്ങനെ അച്ഛന്റെയും അമ്മേന്റെയും പ്രശ്നങ്ങൾക്കിടയിൽ കിടന്ന് മരിച്ചു പോവരുത്. പൈതങ്ങൾക്കൊന്നും അറിയില്ല. ദേ വർ സോ ഇന്നസെന്റ്. ഓക്കെ, ഭയങ്കര ഇന്നോസെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കുട്ടികള്. അവരെല്ലാം ചൈൽഡ് ലൈൻ നമ്പർ മറക്കണ്ട, 1098.